നമസ്കാരം. SHLP ന്യൂസിലേക്ക് സ്വാഗതം. ഈ ആഴ്ചത്തെ പ്രധാന തലക്കെട്ടുകൾ. സഡാക്കോ കൊക്കുകൾ പറന്നിറങ്ങി. ഹിരോഷിമ ദിന ഓർമ്മകളിൽ കുട്ടികൾ. മുങ്ങിയതാര് പൊങ്ങിയതാര്, പരീക്ഷണവുമായി 2ാം ക്ലാസ്സിലെ കുട്ടികൾ. അധ്യാപക രക്ഷകർത്തൃ ദിനം, ഒത്തുകൂടി മാതാപിതാക്കൾ. DCL കളറിംഗ് മത്സരം നടത്തി രാമപുരം SHLP സ്കൂൾ. കിളികൾക്കിതെന്ത് ചന്തം, ആൽബം ഉണ്ടാക്കി 3ാം ക്ലാസ്സിലെ കൂട്ടുകാർ. സഡാക്കോ കൊക്കുകൾ പറന്നിറങ്ങി. ഹിരോഷിമ ദിന ഓർമ്മകളിൽ കുട്ടികൾ. സഡോക്കോ കൊക്കുകൾ പറന്നിറങ്ങി. ഹിരോഷിമ ദിന ഓർമ്മകളിൽ കുട്ടികൾ. SH ഗേൾസ് ഹൈസ്കൂളിലെ കുട്ടികളാണ് ഹിരോഷിമ ദിനത്തിൽ സമാധാന സന്ദേശവുമായി കുഞ്ഞനിയന്മാരെയും അഞ്ഞുരുത്തിമാരുടെയും അടുത്തെത്തിയത്. യുദ്ധം വേണ്ട, സമാധാനം മതി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് നടന്ന പരിപാടികളിൽ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. പരിപാടിയുടെ ഭാഗമായി സ്കൂൾ അസംബ്ലിയിൽ ഹിരോഷിമ ദിനത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് ഹൈസ്കൂൾ ക്ലാസ്സിലെ കുട്ടികൾ വിശദീകരിച്ചു. സഡാക്കോ സാസാക്കി എന്ന ജാപ്പനീസ് പെൺകുട്ടിയുടെ കഥ ഓർപ്പിച്ചുകൊണ്ട് സമാധാനത്തിന്റെ പ്രതീകമായ ഒറിഗാമി കൊക്കുകൾ വിദ്യാർത്ഥികൾ നിർമ്മിച്ചു. ദിനാചരണം കുട്ടികളിൽ യുദ്ധവിരുദ്ധ മനോഭാവവും ലോക സമാധാനത്തോടുള്ള പ്രതിബദ്ധതയും വളർത്താൻ സഹായിക്കുമെന്ന് സ്കൂൾ അധ്യാപകർ അറിയിച്ചു. അബിയ MLS, SHLP ന്യൂസ്, രാമപുരം. മുങ്ങിയതാര് പൊങ്ങിയതാര്, പരീക്ഷണവുമായി 2ാം ക്ലാസ്സിലെ കുട്ടികൾ. മുങ്ങിയതാര് പൊങ്ങിയതാര്, പരീക്ഷണവുമായി 2ാം ക്ലാസ്സിലെ കൂട്ടുകാർ. 2ാം ക്ലാസ്സിലെ മലയാള പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ് കുട്ടികൾ പരീക്ഷണത്തിൽ ഏർപ്പെട്ടത്. നിത്യജീവിതത്തിൽ ഉപയോഗമുള്ള ചില വസ്തുക്കൾ മുങ്ങുമോ പൊങ്ങുമോ എന്ന് മനസ്സിലാക്കുവാനുള്ള അവസരമായിരുന്നു കുട്ടികൾക്കിത്. ഈ പരീക്ഷണത്തിന് വേണ്ട സാമഗ്രികൾ കുട്ടികൾ തങ്ങളുടെ വീട്ടിൽ നിന്നും സ്കൂൾ പരിസരത്തു നിന്നുമാണ് ശേഖരിച്ചത്. പെൻസിൽ, റബ്ബർ, പേന, സ്കെയിൽ, ആണി, കല്ല്, ഇല, തക്കാളി മുതലായ വസ്തുക്കളാണ് കുട്ടികൾ വെള്ളത്തിലിട്ട് നിരീക്ഷിച്ചത്. തങ്ങൾ എന്നും ഉപയോഗിക്കുന്ന ഈ വസ്തുക്കൾ പലതും വെള്ളത്തിൽ പൊങ്ങിക്കിടന്നതും ചിലത് മുങ്ങിപ്പോയതും കുട്ടികളിൽ കൗതുകമുണർത്തി. കണ്ടെത്തിയ കാര്യങ്ങൾ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്താനും കുട്ടികൾ മറന്നില്ല. കൃഷ്ണജ J, SHLP ന്യൂസ്, രാമപുരം. അധ്യാപക രക്ഷകർത്തൃ ദിനം, ഒത്തുകൂടി മാതാപിതാക്കൾ. 1ാം മിഡ് ടേം പരീക്ഷ പൂർത്തിയായതിനു ശേഷമാണ് സ്കൂളിൽ അധ്യാപക രക്ഷാകർതൃ യോഗം സംഘടിപ്പിച്ചത്. പരീക്ഷയിലെ കുട്ടികളുടെ പങ്കാളിത്തത്തെക്കുറിച്ചും പഠന പുരോഗതിയെക്കുറിച്ചും രക്ഷിതാക്കളുമായി ചർച്ച ചെയ്യുകയായിരുന്നു യോഗത്തിന്റെ പ്രധാന ലക്ഷ്യം. കുട്ടികളുടെ പഠനത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ രക്ഷിതാക്കൾക്ക് നേരിട്ട് ചോദിക്കാനും അധ്യാപകരിൽ നിന്ന് വ്യക്തമായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും സാധിച്ചു. യോഗത്തോടനുബന്ധിച്ച് രക്ഷിതാക്കൾക്ക് സ്മാർട്ട് പേരന്റിംഗ് ഫോർ എ ഡിജിറ്റൽ ജനറേഷൻ എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കറും അധ്യാപകയും ഗവേഷകയുമായ ശ്രീമതി ജിൻസി ജോസഫ് ആണ് ക്ലാസുകൾ നയിച്ചത്. ആധുനിക സമൂഹത്തിന്റെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെ നല്ല മാതാപിതാക്കളായി മാറാം എന്ന് മനസ്സിലാക്കാൻ ക്ലാസ് സഹായകമായെന്ന് മാതാപിതാക്കൾ പ്രതികരിച്ചു. നമ്മുടെ SHLP സ്കൂളിലെ PTA മാതാപിതാക്കൾക്കായി ഒരുക്കിയ സ്മാർട്ട് പേരന്റിംഗ് ഫോർ ഡിജിറ്റൽ ജനറേഷൻ എന്ന ക്ലാസ് വളരെയധികം ഉപകാരപ്രദമായിരുന്നു. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണമെന്നും സ്മാർട്ടായി കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണമെന്നും അതുപോലെ നമ്മുടെ മാതാപിതാക്കളായ നമ്മുടെ സ്ക്രീൻ ടൈം ഉപയോഗം വളരെ കുറച്ച് കുട്ടികളുടെ കൂടെ കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കണമെന്നും വളരെ മനോഹരമായി നമ്മുടെ ജിൻസി ടീച്ചർ ക്ലാസ് എടുത്തു തന്നു. അത് വളരെ ഉപകാരപ്രദമായിരുന്നു. എവലിൻ ജോൺസൺ, SHLP ന്യൂസ്, രാമപുരം. DCL കളറിംഗ് മത്സരം നടത്തി രാമപുരം SHLP സ്കൂൾ. ദീപിക ചിൽഡ്രൻസ് ലീഗിന്റെ നേതൃത്വത്തിലാണ് കുട്ടികൾക്കായി കളറിംഗ് മത്സരം നടത്തിയത്. മത്സരത്തിൽ 1 മുതൽ 4 വരെ ക്ലാസുകളിൽ നിന്നായി 100ഓളം കുട്ടികൾ പങ്കെടുത്തു. ക്രയോൺസ് ഉപയോഗിച്ചാണ് കുട്ടികൾ ചിത്രങ്ങൾക്ക് നിറം നൽകിയത്. സ്കൂൾ തലത്തിലെ മികച്ച ചിത്രങ്ങൾ രൂപതല മത്സരത്തിനായി തിരഞ്ഞെടുക്കും.
വിജയികളായവരെ ഹെഡ് മിസ്റ്റർ, സിസ്റ്റർ ലിസ മാത്യൂസ്, അധ്യാപകർ എന്നിവർ അഭിനന്ദിച്ചു. ശ്രീബാല പ്രതീഷ്, SHLP ന്യൂസ്, രാമപുരം. ഇലകൾക്കിതെന്ത് ചന്തം ആൽബം ഉണ്ടാക്കിയ 3ാം ക്ലാസ്സിലെ കൂട്ടുകാർ. പരിസര പഠന പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ് കുട്ടികൾ ഇല ആൽബം തയ്യാറാക്കിയത്. ആൽബം തയ്യാറാക്കാനുള്ള ഇലകൾ കുട്ടികൾ തങ്ങളുടെ പരിസരങ്ങളിൽ നിന്നാണ് ശേഖരിച്ചത്. വിവിധ ആകൃതിയിലും രൂപത്തിലുമുള്ള ഇലകൾ ആൽബത്തിൽ തത്ത, അണ്ണാൻ, മൂങ്ങ തുടങ്ങി വിവിധ ജീവജാലങ്ങളായി മാറി. ഒരേ സമയം ആകർഷകവും കൗതുകവുമായിരുന്നു ആൽബം. ആൽബത്തിന്റെ പ്രദർശനം വരും ദിവസങ്ങളിൽ നടത്താനാണ് കുട്ടികളുടെയും അധ്യാപകരുടെയും തീരുമാനം. എലാന ലാലു, SHLP ന്യൂസ്, രാമപുരം. വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച പുതിയ കുട്ടി വാർത്തകളുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.